ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ ബാൽക്കണിയിലൊരു സ്പെഷ്യൽ മെത്തേഡിലൂടെ ഫെലനോപ്സിസ് പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഫെലനോപ്സിസ്. ബാൽക്കണിയിലാണ്. ഫ്ലവേഴ്സ് എല്ലാം പുറത്തേക്കാണ് ചാഞ്ഞ് നിൽക്കുന്നത്. ഒരു വീഡിയോ കറക്റ്റായി കിട്ടുന്നില്ല, കാരണം നമുക്ക് ഇവിടെ സൈഡിലൂടെയുള്ള വ്യൂ മാത്രമേ ഇവിടുന്ന് കിട്ടുള്ളൂ. പുറം വശത്തു നിന്നാണ് കറക്റ്റ് വ്യൂ കിട്ടുക. പുതിയ ബെഡുകളും പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലവറിങ് അതിന് റെഡിയായി നിൽക്കുന്നതാണ്. ഇനി ഞാൻ പോട്ട് ചെയ്തിരിക്കുന്നത് താഴെ ഒരു ഹോളില്ലാത്ത പാത്രം വെച്ചിട്ട് അതിലേക്ക് പ്ലാസ്റ്റിക്കും അതേപോലെ ടെറാക്കോട്ട പോട്ടും ഇറക്കി വെച്ചിട്ട് കരിക്കട്ട മാത്രം മീഡിയ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫെലനോപ്സിസ് എപ്പോഴും ഈ കൂമ്പ് ചീയലിൻ്റെ പ്രശ്നം ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. എന്താ വേരുകളെല്ലാം ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കും. നമ്മൾ പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ആദ്യമേ ഉള്ള വേരുകളൊക്കെ ചിലപ്പോൾ ചീഞ്ഞ് പോകും. പക്ഷേ പുതുതായി വരുന്ന വേരുകളെല്ലാം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് ആവശ്യത്തിന് വെള്ളവും കാര്യങ്ങളെല്ലാം വലിച്ചെടുക്കുന്നുണ്ട്. വളവും നമുക്ക് വേണമെങ്കിൽ ഈ വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കാറുള്ളത്. മുകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഫെലനോപ്സിന് കൂമ്പ് ചീയുക, വെള്ളം ഒഴിക്കുന്ന സമയത്ത് കൂമ്പ് ചീഞ്ഞിട്ടാണ് എൻ്റെ ഫെലനോപ്സിസ് എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടുകൾ വന്നിട്ട് പൂക്കൾ കടിക്കുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ചൊന്നും അടിച്ച് കൊടുത്തിട്ടൊന്നുമില്ല, പക്ഷേ നല്ലൊരു സ്പൈക്ക് എനിക്ക് നഷ്ടപ്പെട്ടു. ഇത് കണ്ടില്ല എന്നാണ് സത്യം. ഇതെല്ലാം വിരിഞ്ഞ് നിൽക്കുന്ന ഫെലനോപ്സിസ് ആണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. ഓർക്കിഡിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വെറൈറ്റിയാണ് ഫെലനോപ്സിസ്. പക്ഷേ ഈ വെള്ളം ഒഴിക്കുന്ന സമയത്തുള്ള ബുദ്ധിമുട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു മെത്തേഡിലൂടെ ഇപ്പോൾ 2 വർഷത്തോളമായി ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. നമ്മൾ നനച്ച് കൊടുക്കൊന്നും വേണ്ട. ചിലപ്പോൾ 2 മാസമൊക്കെ, മഴക്കാലത്തൊക്കെ 2 മാസം വരെ അതിൽ ആ വെള്ളം നിൽക്കും. വേനലിൽ പിന്നെ പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്നുണ്ട്, എങ്കിലും വളരെ കൂടുതൽ ദിവസം നിൽക്കുന്നുണ്ട്. താങ്ക് യു.